Yes, welcome. So, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പറഞ്ഞ എന്താ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ചോദ്യങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? അത് ഫസ്റ്റ് സീരീസും സെക്കൻഡും തേർഡും എല്ലാവരും പഠിച്ചു എന്ന് കരുതുന്നു. സോ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യനും ആൻസറും മാത്രം പഠിക്കാതെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന 4 ഓപ്ഷനും അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പഠിക്കണമുണ്ടോ അത് ഫുള്ള് പഠിച്ചിരിക്കണം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചോദ്യം വന്നാലും നമ്മളെ കൊണ്ട് എഴുതാൻ സാധിക്കണം. സോ സ്റ്റാർട്ട് ചെയ്യാം. നോക്കി, ദ ഹീമോഫിലിയ ദ എ എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? ദ ക്രിസ്മസ് ഡിസീസ് ആണോ? ഫാക്ടർ എ ഡെഫിഷ്യൻസി ആണോ? ഫാക്ടർ ദ നയൻ ഡെഫിഷ്യൻസി ആണോ? ഓർ ദ വിൽബ്രാൻഡ് ഡിസീസ് ആണോ? ചോദ്യം ഇതാണ്. ഹീമോഫിലിയ എ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതായിരിക്കും? ക്രിസ്മസ് ആണോ? ഫാക്ടർ 8 ആണോ? ഫാക്ടർ 9 ആണോ? ദ വിൽബ്രാൻഡ് ഡിസീസ് ആണോ? സോ ഇത് എവിടുന്ന ഒരു ചോദ്യം? ഈ ഒരു ചോദ്യം വന്ന സ്ഥലം എവിടെയാ? ദ ബ്ലീഡിംഗ് ഡിസോർഡർ അല്ലേ? ഈ ഒരു ചോദ്യം വന്ന സ്ഥലം എവിടെന്നാണ്? ദ ബ്ലീഡിംഗ് ഡിസോർഡർ അല്ലേ? അല്ലെ, ശരിയല്ലേ? സോ ആദ്യം അറിയേണ്ട കാര്യം, ഹീമോഫിലിയ ഇത് എ എന്ന് പറയുമ്പോൾ അതിന് വേറെ പേരുണ്ടോ? ഹീമോഫിലിയ എ എന്ന് പറയുമ്പോൾ അതിന് വേറെ പേരുണ്ടോ? കേരള PC എക്സാമിന് പ്രീവിയസ് ആയിട്ട് ചോദ്യം ഇത് തന്നെയായിരുന്നു. ഹീമോഫിലിയ എയുടെ മറ്റൊരു പേരെന്താ? എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ക്ലാസിക്കൽ ഹീമോഫീലിയ എന്ന് വിളിക്കാറുണ്ടല്ലേ? ഹീമോഫീലിയ എ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ക്ലാസിക്കൽ ഹീമോഫീലിയ എന്ന് വിളിക്കാം. അപ്പൊ ഇത് കഴിഞ്ഞാൽ വേറെ ഹീമോഫീലിയ ഉണ്ടോ? ഹീമോഫീലിയ ബി ഉണ്ടോടെ? ഉണ്ടല്ലോ, ബി ഉണ്ടല്ലോ. അപ്പം അവിടെയും ചോദ്യമുണ്ട്. ഹീമോഫീലിയ ബി എന്ന് പറഞ്ഞാൽ അതിന് വേറെ പേരുണ്ടോ? ദ ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്ന ഹീമോഫീലിയ ഏതാണ്? എ ആണോ ബി ആണോ? ചോദ്യം ഒരു കൺഫ്യൂഷൻ ആയി പോവും. ദ ക്രിസ്മസ് ഡിസീസ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഏത് ഹീമോഫീലിയ? ഹീമോഫീലിയ ദ ബി ആണ്. ക്ലാസിക്കൽ ഹീമോഫീലിയ എന്നറിയപ്പെടുന്ന ആരാ? ഹീമോഫീലിയ ദ എ ആണ്. രണ്ടിന്റെയും വ്യത്യാസം ഓർമ്മിക്കണം. ഇനി വ്യത്യാസം പറയുമ്പോഴാണ് അത് ഏത് ക്ലോട്ടിംഗ് ഫാക്ടറിന്റെ ദ ഡെഫിഷ്യൻസി ആണ്. ഹീമോഫീലിയ ഇത് എയും ഹീമോഫീലിയ ദ ബിയും ഏതൊക്കെ ക്ലോട്ടിംഗ് ഫാക്ടറിന്റെ ദ ഡെഫിഷ്യൻസി ആണ് ചോദ്യം. ഇതും എക്സാമിന് ചോദ്യമാണ്, പ്രീവിയസും ചോദ്യമാണ്. ഇതിൽ ദ ക്ലോട്ടിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ എത്ര ക്ലോട്ടിംഗ് ഫാക്ടർ? ഉത്തരം പറയുന്ന മുമ്പ് കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. എത്ര ക്ലോട്ടിംഗ് ഫാക്ടർ ഉണ്ട്? എത്രയുണ്ട്? ഒരു 13ഓളം ഇല്ലേ? നിങ്ങൾക്ക് അതിന്റെ പേര് ഫുൾ അറിയില്ലെങ്കിലും ഏകദേശം 13ഓളം ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നമുക്കുണ്ട്. നിങ്ങൾക്ക് സ്ഥിരമായി കേൾക്കുന്നത് ഈ പറഞ്ഞ 8, 9, 11 അല്ലേ? അപ്പോൾ അറിയണം എത്ര ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. എത്രയുണ്ട്? 13ഓളം ഇല്ലേ? ഫാക്ടേഴ്സ് 13ഓളം ഉണ്ട്. അപ്പോൾ ഞാൻ വളരെ ഇൻഡെപ്ത് ആയി പറഞ്ഞുതരാം. ഉത്തരത്തിലോട്ട് എത്തുന്ന മുമ്പേ ഫുൾ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. ക്ലോട്ടിംഗ് ഫാക്ടർ ഫസ്റ്റിന്റെ പേരെന്താ? ക്ലോട്ടിംഗ് ഫാക്ടർ ഫസ്റ്റിന്റെ പേരെന്താ? ഫാക്ടർ 1ന്റെ പേരെന്താ? ദ ഫൈബ്രിനോജൻ. മറക്കരുത്, ഫാക്ടർ 1ന്റെ പേരെന്താ? ഏതൊക്കെ ക്ലോട്ടിംഗ് ഫാക്ടർ ഉണ്ടെന്ന് ഏതെങ്കിലും എക്സാമ്പിൾ ചോദിച്ചാൽ ഒന്നുപോലും വിട്ടുപോകാൻ പാടില്ല. ഫസ്റ്റ് ക്ലോട്ടിംഗ് ഫാക്ടറിന്റെ പേരെന്താ? ഫൈബ്രിനോജൻ. സെക്കൻഡ് ആരാടെ? സെക്കൻഡ് ആയിരിക്കും. ആലോചിച്ച് പറയല്ലേ, സമയം തരാം. സെക്കൻഡ് ആരായിരിക്കും? രണ്ടാമത്തെ ക്ലോട്ടിംഗ് ഫാക്ടറിന്റെ പേരെന്താ? ഇറ്റ് ഈസ് കാൾഡ് ദ പ്രോത്രൂമിനല്ലേ? സെക്കൻഡ് ക്ലോട്ടിംഗ് ഫാക്ടർ ആരാ? ദ പ്രോത്രൂമിനല്ലേ? ഫസ്റ്റ് ക്ലോട്ടിംഗ് ഫാക്ടർ എപ്പോഴും ഫൈബ്രിനോജൻ ആണ്. സെക്കൻഡ് ആരാണ്? ദ പ്രോത്രൂമിനാണെന്ന കാര്യം മറക്കരുത്. ആൻഡ് ദ തേർഡ് ആരാ? മൂന്നാമത്തെ ആരാ? നമ്മളെപ്പോഴും ദ ടിഷ്യൂ ഫാക്ടർ എന്ന് വിളിക്കുന്ന ദ ടിഷ്യൂ ദ ത്രോംബോപ്ലാസ്റ്റ് അല്ലേ? ദ ടിഷ്യൂ ദ ത്രോംബോപ്ലാസ്റ്റ് അല്ലേ ദ തേർഡ് ഫാക്ടർ. അപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ കാര്യം എന്താ? എത്ര ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്? ഏകദേശം 13ഓളം ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് എല്ലാ പേരും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫാക്ടർ 1ന്റെ പേരെന്താ? ഫൈബ്രിനോജൻ. സെക്കൻഡിന്റെ പേരെന്താ? ഫാക്ടർ 2ന്റെ പേരെന്താ? പ്രോത്രോമിനല്ലേ? ആൻഡ് ഫാക്ടർ 3യുടെ പേരെന്താ? ദ ടിഷ്യൂ ഫാക്ടർ, അല്ലെങ്കിൽ ദ ടിഷ്യൂ ദ ത്രോംബോപ്ലാസ്റ്റ് എന്ന് കൂടെ അറിയാറുണ്ട്. ഫാക്ടർ 4ന്റെ പേരെന്താ? എപ്പോഴും തെറ്റിപ്പോകും. ഇത് ഫാക്ടർ 4 ആണോ? കാൽഷ്യം ആണ്. ഫാക്ടർ 4ന്റെ പേരെന്താ? ക്ലോട്ടിംഗ് ഫാക്ടറായ ഫാക്ടർ 4ന്റെ പേരെന്താ? ചോദ്യം വരും. കാൽഷ്യം ആണ്. ദ ക്ലോട്ടിംഗ് ഫാക്ടർ 4 എന്ന് പറയുന്നത് കാൽഷ്യമാണ്. അഞ്ചാമത്തെ ക്ലോട്ടിംഗ് ഫാക്ടറിന്റെ പേരെന്താ? അറിയാമോ? അഞ്ചാമത്തെ ആരാ?
ദ ലയബിൾ ഫാക്ടർ അല്ലേ? ദ ലയബിൾ ഫാക്ടർ ആണ് അഞ്ചാമത്തെ ക്ലോട്ടിംഗ് ഫാക്ടർ എന്നറിയപ്പെടുന്നത്. ദ ലയബിൾ ഫാക്ടർ ആണ് അഞ്ചാമത്തെ ക്ലോട്ടിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ആറുണ്ടോ അവിടെ? ആറാമത്തെ ക്ലോട്ടിംഗ് ഫാക്ടർ ഉണ്ട്? ഇല്ല. ആറാമത്തെ ക്ലോട്ടിംഗ് ഫാക്ടർ നമുക്ക് ഇതിലില്ല. പക്ഷെ ഏഴുണ്ടല്ലേ? ആറില്ല. പക്ഷെ ഏഴുണ്ട്. ഏഴിന്റെ പേരെന്താ? ഏഴിന്റെ പേരെന്താ? സ്റ്റേബിൾ ഫാക്ടർ. ഏഴിന്റെ പേരെന്താ? സ്റ്റേബിൾ ഫാക്ടർ എന്ന് വിളിക്കാം. സോ ദ ക്ലോട്ടിംഗ് ഫാക്ടർ 7ന്റെ പേരെന്താ? സ്റ്റേബിൾ ഫാക്ടർ എന്ന് വിളിക്കാം. അവിടെ എട്ടാമത്തെ ക്ലോട്ടിംഗ് ഫാക്ടറിന്റെ പേരെന്താ? എട്ടാമത്തെ ക്ലോട്ട് നമ്മൾ കാണുന്നുണ്ടോ? ഉത്തരത്തിലോട്ട് വരികയാണ്, ഉത്തരത്തിലോട്ട് വഴി വരികയാണ്. എട്ടാമത്തെ ക്ലോട്ടിംഗ് ഫാക്ടറിന്റെ പേരെന്താ? ആർക്ക് പറയാം? 8 ഇമ്പോർട്ടന്റ്. ആന്റി പറഞ്ഞു ആന്റി ദ ഹീമോഫിലിക് ഫാക്ടർ ആണോ? ആന്റി ഹീമോഫിലിക് ഫാക്ടർ ദ എ ആണോ? എട്ടാമത്തെ ക്ലോട്ടിംഗ് ഫാക്ടറിന്റെ പേരെന്താ? ആന്റി ഹീമോഫിലിക് ഫാക്ടർ എ അല്ലേ? എ അല്ലേ? എ അല്ലേ? യെസ്. അതിന് ഒൻപതാമത്തെ ആരാ? ഒൻപതാമത്തെ ക്ലോട്ടിംഗ് ഫാക്ടർ ആരാ? 9 അതല്ലേ ദ ക്രിസ്മസ് ഫാക്ടർ എന്ന് പറയുന്നത്. ദ ക്രിസ്മസ് ഫാക്ടർ അല്ലെങ്കിൽ ആന്റി ഹീമോഫിലിക് ഫാക്ടർ ദ ബി എന്നും അറിയാറുണ്ട് അല്ലേ? ദ ക്രിസ്മസ് ഫാക്ടർ അല്ലെങ്കിൽ ആന്റി ഹീമോഫിലിക് ഫാക്ടർ ദ ബി എന്നും അറിയാറുണ്ട്, മറക്കരുത്. യെസ്. അപ്പം ഈ 9 എത്തിയില്ലേ? 9 എത്തിയില്ലേ? അപ്പൊ ഇത് 10 ഉണ്ടോ? അപ്പൊ 10ാമത്തെ ക്ലോട്ടിംഗ് ഫാക്ടർ ഉണ്ടോ? 10ാമത്തെ ക്ലോട്ടിംഗ് ഫാക്ടർ ഉണ്ട്. പേരെന്താ? സ്റ്റുവേർട്ട് പവർ ഫാക്ടറിലെ 10ാമത്തെ ക്ലോട്ടിംഗ് ഫാക്ടറിന്റെ പേര് ചോദിച്ചാൽ സ്റ്റുവേർട്ട് പവർ ഫാക്ടർ എന്ന് വിളിക്കാം. 10ാമത്തെ ക്ലോട്ടിംഗ് ഫാക്ടറിന്റെ പേര് ചോദിച്ചാൽ സ്റ്റുവേർട്ട് ദ പവർ ഫാക്ടർ എന്ന് വിളിക്കാം. ഇനി വേറെ ഉണ്ടോ? 10 കഴിഞ്ഞ് വേറെ ഉണ്ടോ? 11 ഉണ്ടോ? 11 ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. പേരെന്താ? പേരെന്താ? ദ പ്ലാസ്മ. ദ പ്ലാസ്മ ദ ത്രോംബോപ്ലാസ്റ്റിക് അല്ലേ? ദ പ്ലാസ്മ ദ ത്രോംബോപ്ലാസ്റ്റിക് എന്ത് ചെയ്യുന്നു? പറഞ്ഞ എന്താ? 11ാമത്തെ ഫാക്ടറായി അല്ലേ? 10 ആണെങ്കിൽ സ്റ്റുവർട്ട് പവർ ഫാക്ടർ, 11 ആണെങ്കിൽ ദ പ്ലാസ്മ ദ ത്രോംബോപ്ലാസ്റ്റിനാണ് ഈ പറഞ്ഞ 11ാമത്തത്. ഇത് നമ്മൾ ഫാക്ടർ സി എന്ന് വിളിക്കാറുണ്ട് അല്ലേ? ഈ 11ാമത്തെ നമ്മൾ ഫാക്ടർ ദ സി എന്ന് വിളിക്കാറുണ്ട്. ഒരു പേരാണ് ഫാക്ടർ സി എന്ന് വിളിക്കാറുണ്ട്. ഇനി വേറെ 12 ഉണ്ടോ? 12 ഉണ്ടോ? 12 ഉണ്ടോ? ദ ഹേഗ്മാൻ ഫാക്ടർ. 12ാമത്തെ പേരെന്താ? ദ ഹേഗ്മാൻ ഫാക്ടർ എന്ന് വിളിക്കുക. ദ ഹേഗ്മാൻ ഫാക്ടർ എന്ന് 12ാമത്തെ വിളിക്കുക. 13 ആണെങ്കിലോ? 13 ആണെങ്കിലോ? ദ ഫൈബ്രിൽ സ്റ്റെബിലൈസിങ് ഫാക്ടർ അല്ലേ? 13 ആണെങ്കിൽ ദ ഫൈബ്രിൽ സ്റ്റെബിലൈസിങ് ഫാക്ടർ. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ വന്നു, ഈ ഹീമോഫിലിയ ഇത് എ എന്ന് പറഞ്ഞ താഴെ പറയുന്നവർ ഏതെന്നായിരുന്നു ചോദ്യം. പക്ഷെ അത് പറയുന്നപ്പോൾ നമുക്ക് ഈ ക്ലോട്ടിംഗ് ഫാക്ടറിന്റെ പേരെല്ലാം അറിയണം. ഒന്നുകൂടെ ചോദിക്കട്ടെ. ഫാക്ടർ 1 എന്ന് പറഞ്ഞാൽ ദ ക്ലോട്ടിംഗ് ഫാക്ടർ 1 എന്ന് പറഞ്ഞ പേരെന്താ? ഫൈബ്രിനോജൻ ആണ്. ഫാക്ടർ 2 ആണെങ്കിൽ എന്താ? ദ പ്രോത്രോമിനാണ്. ഫാക്ടർ 3 എന്താ? ദ ടിഷ്യൂ ഫാക്ടർ ആണല്ലേ? ദ ടിഷ്യൂ ഫാക്ടറിനെ എപ്പോഴും ഫാക്ടർ 3 എന്ന് പറയുന്നത്. ഫാക്ടർ 4 ആരാ? കാൽഷ്യം. കാൽഷ്യം ആണ് എപ്പോഴും ഫാക്ടർ 4. ദ ക്ലോട്ടിംഗ് ഫാക്ടർ 4 എന്നറിയപ്പെടുന്ന കാൽഷ്യം. അതേസമയം ദ ക്ലോട്ടിംഗ് ഫാക്ടർ 5ാമത്തെ ആളാരാ? ദ ലയബിൾ ഫാക്ടർ. 6ാമത്തെ ആരാ? സ്റ്റേബിൾ ഫാക്ടർ. ഇനി 6 കഴിഞ്ഞു. അത് 7 എന്താ? 7 എന്തായിരിക്കും? സ്റ്റേബിൾ അല്ലേ? സ്റ്റേബിൾ ഫാക്ടർ 7 ആണ്. സ്റ്റേബിൾ ഫാക്ടർ 7 നമുക്ക് 6ാമത്തെ ഇല്ല. നമുക്ക് 6ാമത്തെ ഫാക്ടർ ഇല്ല. സ്റ്റേബിൾ ഫാക്ടർ 7. അത് 8. അതാണ് 8. ആന്റി ഹീമോഫിലിക് ഫാക്ടർ ഏതാ? എ ആണ്. ആന്റി ഹീമോഫിലിക് ഫാക്ടർ എ ആണ്. എന്താണ് ഈ പറഞ്ഞ 8ാമത്തെ ആൾ? ഫാക്ടർ 9 ആരാ? ദ ക്രിസ്മസ് ഫാക്ടർ എന്ന് വിളിക്കും. ഫാക്ടർ 9 ആരാ? ദ ക്രിസ്മസ് ഫാക്ടർ എന്ന് വിളിക്കും. ഫാക്ടർ 10 ആരാ? സ്റ്റുവർട്ട് പവർ ഫാക്ടർ അല്ലേ? സ്റ്റുവർട്ട് പവർ ഫാക്ടർ ആണ് ഈ പറഞ്ഞ 10ാമത്തെ ആൾ. ഇനി 11 ദ പ്ലാസ്മ ദ ത്രോംബോപ്ലാസ്റ്റ് ആണല്ലേ? പറഞ്ഞ 11ാമത്തെ ആരാ? ദ പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റ് ആണ്. 12ാമത്തെ ആളാണെങ്കിൽ ദ ഹേഗ്മാൻ ഫാക്ടറും 13 ആണെങ്കിൽ ദ ഫൈബ്രിൻ സ്റ്റെബിലൈസിംഗ് ഫാക്ടറുമാണ്. സോ ഇവിടത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹീമോഫിലിയ ഇത് എ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഹീമോഫിലിയ ഇത് എ എന്ന് പറഞ്ഞ ഏതാണ്? ദ ക്രിസ്മസ് ആണോ? ഫാക്ടർ 8ന്റെ ഡെഫിഷ്യൻസി ആണോ? ഏതായിരിക്കും? ഹീമോഫിലിയ ഏതായിരിക്കും? ഇത് 8ന്റെ ഡെഫിഷ്യൻസി അല്ലേ? ഫാക്ടർ 8ന്റെ ഡെഫിഷ്യൻസി അല്ലേ? ഹീമോഫിലിയ ഈ പറഞ്ഞ
എ എന്ന് പറയുമ്പോൾ ഫാക്ടർ 8ന്റെ ഡെഫിഷ്യൻസിയാണ്. മറക്കരുത്, ചോദ്യം പ്രീവിയസ് ചോദ്യമാണ്. എപ്പോഴും ഒരു ചോദ്യം ചോദിക്കാറുമുണ്ട്. ഇത് കൃത്യമായി തന്നെ പഠിച്ചു വെച്ചുകൊള്ളുക. ഏത് എക്സാമിന് സ്ഥിരം ചോദ്യം വരുന്നതാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പറയുന്നത് മനസ്സിലായല്ലോ. അതുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ പഠിച്ചു പോകണം. സോ ഇവിടെ ചോദ്യം എന്താ? ഹീമോഫിലിന്റെ എ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഫാക്ടർ 8ന്റെ ഡെഫിഷ്യൻസിയിലെ 8ന്റെ ഡെഫിഷ്യൻസി ആണെങ്കിൽ ഹീമോഫിലി എ എന്ന് വിളിക്കാം. വീണ്ടും ചോദ്യം വരും, ഹീമോഫിലി എയുടെ മറ്റൊരു പേരെന്താ? ക്ലാസിക്കൽ ഹീമോഫിലി വിളിക്കുക അല്ലെ. ക്ലാസിക്കൽ ഹീമോഫിലി എന്നറിയപ്പെടുന്നത് ഹീമോഫിലിയ എ തന്നെയാണ്. വീണ്ടും ചോദിക്കട്ടെ, ഹീമോഫിലിയ ബി എന്ന് അറിയപ്പെടുന്നത് മറ്റു പേരെന്താ? ദ ക്രിസ്മസ് ഡിസീസ് എന്ന് അറിയപ്പെടുന്ന ഹീമോഫിലിയ ബി ആണ്. ദ ബി ആണ് ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നത്. ദ ബി ആണ്. ചോദ്യം വരും, പ്രീവിയസ് ചോദ്യമാണ്. അത് ഏതിന്റെ ഡെഫിഷ്യൻസിയാ? ഇത് ഫാക്ടർ 9 അല്ലേ? ഈ പറഞ്ഞ ദ ക്രിസ്മസ് ഡിസീസ് ഏതാ? ഫാക്ടർ 9ന്റെ ഡെഫിഷ്യൻസി അല്ലേ? ഇനി ഹീമോഫിലിയ സി ആണെങ്കിലോ? സി ആണെങ്കിൽ ഏതിന്റെ ഡെഫിഷ്യൻസിയാ? 11 അല്ലേ? അപ്പൊ വീണ്ടും പറയുകയാണ്, ദ ബ്ലീഡിംഗ് ഡിസോർഡറിനകത്ത് ഈ ഒരു ചോദ്യം എപ്പോഴും വരും. ഹീമോഫിലിയ ഇത് എ എന്ന് പറഞ്ഞാൽ ഇത് 8ാമത്തെ ക്ലോട്ടിംഗ് ഫാക്ടറിന്റെ ഡെഫിഷ്യൻസിയാണ്. ഹീമോഫിലിയ ഇത് ബി എന്ന് പറഞ്ഞാൽ ദ ക്രിസ്മസ് ഡിസീസ് എന്ന് പറയാറുണ്ട്. ദ ക്ലോട്ടിംഗ് ഫാക്ടർ 9 ഡെഫിഷ്യൻസി അല്ലേ? ഇത് 9 ഡെഫിഷ്യൻസി എപ്പോഴും ഹീമോഫിലിയ ദ ബി എന്ന് പറയുന്നത്. ഹീമോഫിലിയ സി ആണെങ്കിൽ എത്രാമത്തെ? സി എത്രയാ? 11 ഫാക്ടർ 11ന്റെ ആണല്ലേ? ചോദ്യം വന്നാൽ കൃത്യമായി തന്നെ എഴുതണം. പ്രീവിയസ് ചോദ്യമാണ്. ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം കിട്ടിയോ? കിട്ടി. ഇതിനകത്തെ വേറെ ചോദ്യങ്ങളുണ്ട്. വേറെ ഒരുപാട് ചോദ്യമുണ്ട്. എല്ലാവരും ഇത് BTC കേട്ടിട്ടുണ്ടോ? ഇത് BTC ഒക്കെ കേട്ടിട്ടുണ്ടോ എല്ലാവരും? ഇത് ബ്ലീഡിംഗ് ടൈമും ഇത് ക്ലോട്ടിംഗ് ടൈം കേട്ടിട്ടുണ്ടോ? അപ്പൊ എത്ര ഏറ്റവും നോർമൽ CT എത്രയാ? നോർമൽ CT ലെവൽ എത്രയാ? നോർമൽ ദ ക്ലോട്ടിംഗ് ടൈം എത്രയാ? 3 to 8 മിനിറ്റ് അല്ലേ നോർമൽ ദ ക്ലോട്ടിംഗ് ടൈം എന്ന് പറയുന്നത്? നമ്മൾ ഈ പറഞ്ഞ ദ ബ്ലഡ് ഈ പറഞ്ഞ ബോഡിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് എത്ര സമയം അത് ക്ലോട്ട് ചെയ്യാൻ എടുക്കുന്ന സമയമല്ലേ? ഈ പറഞ്ഞ ദ ക്ലോട്ടിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ പറഞ്ഞ ദ ബ്ലഡ് അത് പുറത്തേക്ക് എടുത്ത ശേഷം അത് ക്ലോട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാ? 3 മുതൽ 8 മിനിറ്റ് ആണ്. 3 മുതൽ പ്രീവിയസ് ചോദ്യമാണ്. 3 മുതൽ 8 മിനിറ്റ് ആണ് ദ CTയുടെ സമയം. എന്താ CT എന്ന് പറയാ? എന്താ? ദ ബ്ലഡ് ബോഡിയിൽ നിന്ന് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് ക്ലോട്ട് ചെയ്യാൻ എടുക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരെന്താ? പറഞ്ഞ ദ ക്ലോട്ടിംഗ് ടൈം എന്ന് പറയാം. എത്രയാ നോർമൽ ക്ലോട്ടിംഗ് ടൈം ചോദിക്കാറുണ്ട്? 3 മുതൽ 8 മിനിറ്റ് അല്ലേ? 3 മുതൽ 8 മിനിറ്റ് ആണ് അല്ലേ? ശരിക്കും പറഞ്ഞ ഈ പറഞ്ഞ നമ്മുടെ ബോഡിയിൽ നിന്നും ഈ പറഞ്ഞ ബ്ലഡിനെ കളക്ട് ചെയ്യുന്നു. ബ്ലഡിനെ കളക്ട് ചെയ്ത ശേഷം ആ പറഞ്ഞ ബ്ലഡ് അത് ക്ലോട്ട് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ എപ്പോഴും ക്ലോട്ടിംഗ് ടൈം എന്ന് പറയുന്നത്. എക്സാമിന് ഈ പറഞ്ഞ ക്ലോട്ടിംഗ് ടൈമിന്റെ ഡ്യൂറേഷൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നോർമൽ CTയുടെ സമയം എത്രയാ? 3 മുതൽ 8 മിനിറ്റ് ആണ്. 3 മുതൽ 8 മിനിറ്റ് ആണ് CTക്ക് എടുക്കുന്ന സമയം. ക്ലോട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാ? 3 മുതൽ 8 മിനിറ്റ് ആണ്. ഇനി എന്താ ബ്ലീഡിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ BT? അതുകൂടെ പഠിക്കാം. ഒരു ക്വസ്റ്റ്യൻ വന്നില്ലേ? പഠിക്കാം. ബ്ലഡുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. എത്ര BT ദ ബ്ലീഡിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് CT പറഞ്ഞു. ആ പറഞ്ഞ ബ്ലഡ് ബോഡിയിൽ എടുത്ത ശേഷം എത്ര സമയം കൊണ്ട് അത് ക്ലോട്ട് എടുക്കുന്ന സമയമാണ് ഈ പറഞ്ഞ CT എന്ന് പറഞ്ഞു. സമയവും പറഞ്ഞു. നോർമൽ എത്ര? 3 to 8 മിനിറ്റ്സ് അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ദ BT എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചെറിയൊരു പ്രിക്കിട്ട ശേഷം ആ കുത്താനെടുക്കുന്ന സമയം അവിടെ ഇങ്ങനെയാണ് സംഭവം. എന്താ? ദ ബ്ലീഡിങ് തുടങ്ങി അവസാനിക്കും വരെയുള്ള സംഭവമാണോ? ആണോ? ദ ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്നത് തൊട്ട് അത് നിൽക്കുന്നത് വരെയുള്ള സമയത്തെ വിളിക്കുന്ന പേരെന്താ? നമ്മൾ ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്നത് തൊട്ട് അത് നിൽക്കുന്നത് വരെയുള്ള സമയത്തെ ദ BT എന്ന് വിളിക്കാം. അപ്പൊ CT എന്തായിരിക്കും? അത് പുറത്തേക്ക് വന്ന് ക്ലോട്ടാകുന്ന സമയമല്ലേ? CT എന്ന് പറഞ്ഞാൽ പുറത്ത് വന്നത് ക്ലോട്ടായ സമയം. BT ആണെങ്കിൽ അത് പുറത്തേക്ക് എടുക്കുന്ന തൊട്ട് അത് നിൽക്കുന്നവരെയുള്ള സമയത്ത് വിളിക്കാം. ബ്ലീഡിംഗ് ടൈം എന്ന് വിളിക്കാം. ചോദ്യം വരും, എത്രയാണ് നോർമൽ ഡ്യൂറേഷൻ ഓഫ് BT? ബ്ലീഡിംഗ് ടൈമിന്റെ നോർമൽ ഡ്യൂറേഷൻ എത്രയാ?
മിനിമം എത്ര സമയം വരും? ഏകദേശം എത്ര ആയിരിക്കും ഇവിടെ? ഇറ്റ് ഈസ് ഒരു 1/3 എടുക്കാം അല്ലേ? ഏറ്റവും നോർമൽ ഡ്യൂറേഷൻ എത്രയാണ്? ഏറ്റവും മിനിമം സമയം എത്രയാ? ഏകദേശം ജസ്റ്റ് 1:3 അല്ലേ? അത് 2 മെത്തേഡ് ഉണ്ട്. എന്നാൽ ഇത് പഠിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഇന്ന് ഡ്യൂക്ക് മെത്തേഡും ഉണ്ട് ആൻഡ് IV മെത്തേഡും ഉണ്ട്. ഈ പറഞ്ഞ ഇത് നോക്കാൻ വേണ്ടി, ഇത് ബീറ്റ് നോക്കാൻ വേണ്ടി 2 മെത്തേഡ് ഉണ്ട്. ഇത് ഡ്യൂക്ക് മെത്തേഡ് ഉണ്ട്, IV മെത്തേഡ് ഉണ്ട്. ഇത് IV മെത്തേഡ് ആണെങ്കിൽ ഈ പറഞ്ഞ ഏകദേശം ജസ്റ്റ് 1 to 9 മിനിറ്റ്. IV മെത്തേഡ് ആണെങ്കിൽ ജസ്റ്റ് 1 to 9 മിനിറ്റ്. ഇത് ഡ്യൂക്ക് മെത്തേഡ് ആണെങ്കിൽ ജസ്റ്റ് 1 to 3 മിനിറ്റിനകത്ത് ഇത് എടുക്കാവുന്നതാണ് കേട്ടോ. ക്ലിയർ ആയല്ലോ? കുട്ടികൾ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കണം. ബി ടീം സി ടീം തമ്മിൽ വ്യത്യാസം അറിയാമല്ലോ. ഇതിന്റെ ബ്ലഡ് പുറത്തേക്ക് എടുത്ത് ആ ബ്ലഡ് ക്ലോട്ട് ആയാൽ CT അല്ലേ? ആൻഡ് ദ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്ന സമയം എന്താ? ഈ പറഞ്ഞ BT എന്ന് വിളിക്കാം. ചോദ്യം വരും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹീമോഫീലിയയെ കുറിച്ച് എപ്പോഴും എക്സാമിന് ചോദ്യം വരും. ഇപ്പോൾ ഹീമോഫീലിയ A എന്ന് പറഞ്ഞാൽ ഏതാ? ഹീമോഫീലിയ A എന്ന് പറഞ്ഞാൽ ഫാക്ടറി 8ന്റെ ഡെഫിഷ്യൻസി അല്ലേ? A എന്ന് പറഞ്ഞാൽ 8ന്റെ ഡെഫിഷ്യൻസി. ഓക്കെ, സോ എന്നാൽ പഠിക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം.